नजारे अपनी मस्तियां दिखा दिखा के सो गए सितारे अपनी ഏട്ടാ വല്യേട്ടൻ വിളിക്കുന്നു. എന്താ കാര്യം? അതൊന്നും അറിയില്ല. കുഴപ്പമില്ലാണോ? ഇല്ലെന്ന് തോന്നുന്നു. ദേഷ്യമൊന്നുമില്ല. ആ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടാ? ആർട്സ് കോളേജിൽ IAS കോച്ചിങ് ഉടനെ തുടങ്ങും. ഈ അവസരമെങ്കിലും നീ പാഴാക്കരുത്. അതൊക്കെ ചെലവല്ലേ ഏട്ടാ? അത് നീ എന്തിനാ അറിയുന്നത്? അല്ല, കോളേജ് ലെക്ചറുടെ വേക്കൻസി വരും. പ്രൈവറ്റ് കോളേജിൽ ജോലി കിട്ടാൻ വൻ തുക കൊടുക്കണ്ടേ? അതിന് നമുക്കെവിടെ നിന്നാ വഴി? നല്ല മാർക്കുണ്ടല്ലോ, മെറിറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടറിയണം. PSC വിളിക്കുമല്ലോ. അതിന് ഇനി എത്ര കൊല്ലം കാത്തിരിക്കണോടാ? ഏട്ടൻ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ എഴുതിയാലുടനെ IAS കിട്ടുമെന്ന്. ശ്രമിച്ചു നോക്കുന്നതിൽ എന്താടാ തെറ്റ്? ഹോ, ഇവൻ ഇങ്ങനെ ഒരുത്തൻ. എടാ, ഒരു ജില്ലയിൽ അനേകം കോളേജ് വാദ്യന്മാരുണ്ടാവും. എന്നാൽ ഒരു ജില്ലയ്ക്ക് ഒരേ ഒരു കളക്ടർ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹത്തിൻ്റെ അധികാരം ഒന്ന് വേറെയാ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാ കളക്ടർ, അറിയാമോ? എല്ലാ സർക്കാർ ജീവനക്കാരെയും പോലെ ഏട്ടനും ജില്ലാ കളക്ടർ ഇങ്ങനെ ദൈവമായി കണ്ടാലോ? ഏട്ടാ, എൻ്റെ മോഹം ഒരു കോളേജ് അധ്യാപകനാവണമെന്നുള്ളതാ. എനിക്കും ഉണ്ടായിരുന്നു മോഹങ്ങൾ. കോളേജിൽ പോകണമെന്നും MA കാരനാവണമെന്നും ഒക്കെ. കഴിഞ്ഞില്ല, വിധി. രക്തസാക്ഷി രാഘവന്റെ മൂത്ത മോനായിപ്പോയില്ലേ. അച്ഛൻ്റെ ചാവ് കൊണ്ടാടാൻ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ ഫീസ് തരാൻ, ഒരു ഉടുപ്പ് വാങ്ങിത്തരാൻ, ഒരു നേരത്തെ കഞ്ഞി തരാൻ എനിക്കാരും ഉണ്ടായിരുന്നില്ല. ഏട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ സങ്കടമാണ്. എൻ്റെ മോഹം ഞാൻ മറ്റാരോടെ പറയണ്ടേ? എനിക്ക് കഴിയുന്ന ജോലിയിൽ എനിക്ക് ചെയ്യാനാവും. അത് ഏട്ടൻ ദയവ് ഇത് മനസ്സിലാക്കണം. എന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട ഏട്ടൻ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഞാൻ നിസ്സഹായനാവും. ഒരു കണക്കിന് നീ പറയുന്നത് ശരിയാ. എനിക്കെത്താനാവാതെ പോയ ഉയരങ്ങളിൽ നീ എത്തണമെന്ന് ഞാൻ മോഹിക്കുന്നു. അതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം. ആ, വിധി പോലെ വരട്ടെ. ഏട്ടാ, എടൂ, എഴുത്തുകാരന് വേണ്ട ഏറ്റവും വലിയ സിദ്ധി എന്താണെന്നറിയാമോ? മറ്റു മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ്. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ കഴിയണം. വീട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചു നോക്കാൻ താൻ ശ്രമിക്കണം. അപ്പം തനിക്ക് മനസ്സിലാകും അവരാരും തൻ്റെ ശത്രുക്കളല്ലെന്ന്. ചിലപ്പം ജീവിതം അവരെ ശ്വാസം മുട്ടിച്ചെന്നിരിക്കും. അപ്പോൾ അവർ പൊട്ടിത്തെറിക്കും. അത്രയേ ഉള്ളൂ. എനിക്കറിയാം സാർ. കുടുംബത്തോടുള്ള കടപ്പാട് തീർക്കാൻ കഴിയുന്നില്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ കുറ്റബോധം തോന്നും. സഹിക്കാൻ പറ്റുന്നില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. താൻ ജീവിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. എല്ലാ കടപ്പാടും തീർന്നാൽ പിന്നെ എന്ത് ജീവിതം? ചില കടപ്പാടുകളും കുറ്റബോധങ്ങളും ഒക്കെ വേണമെടോ മനുഷ്യനായാൽ. പക്ഷേ മറ്റുള്ളവർക്ക് ബാധ്യതയായി ജീവിക്കേണ്ടി വരുന്നതിലെ ഗതികേട്
ഇന്ന് പഠിപ്പുള്ള ചെറുപ്പക്കാർക്കെല്ലാം ഉണ്ടടോ തൊഴിലില്ലായ്മയുടെ കാലം. പക്ഷേ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ തന്നെ നിർബന്ധിക്കാത്തത് താനൊരു നല്ല കഥാകൃത്തായതുകൊണ്ടാണ്. ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ എല്ലാവരെ കൊണ്ടും കഴിയും. പക്ഷേ കഥ എഴുതാൻ തന്നെപ്പോലെ കുറച്ചു പേർക്കേ കഴിയൂ. ആ സിദ്ധിയെ നശിപ്പിക്കാത്ത ഒരു ജോലി വേണം തനിക്ക്. അത് കിട്ടുന്നിടം വരെ പിടിച്ചു നിൽക്കണം എങ്ങനെയും. എനിക്കിപ്പോൾ ഏക ആശ്വാസം സാറിൻ്റെ വാക്കുകളാണ്. എൻ്റെ പഴഞ്ചൻ വാക്കുകളെ ഒന്നും താൻ കാര്യമാക്കണ്ട. വലിയ മനുഷ്യരുണ്ട്, അവരുടെ വാക്കുകൾ വായിക്കണം. സാഹിത്യം മാത്രം പോരാ, ചരിത്രവും ദർശനവും ശാസ്ത്രവും ഒക്കെ വായിക്കണം. അങ്ങനെ ചിന്തയ്ക്കും മനസ്സിനും ഒരടിത്തറയുണ്ടാക്കണം. ഭാവിയിലെ ഒരു വലിയ എഴുത്തുകാരനെയാണ് ഞാൻ തന്നിൽ കാണുന്നത്. പക്ഷേ ആ ആത്മവിശ്വാസമൊക്കെ എനിക്ക് പതിയെ നഷ്ടപ്പെടുകയാണ് സാർ. എന്നാൽ ഞാനങ്ങോട്ട് ഇനി എങ്ങോട്ടാ? എന്താ പരിപാടി? വീട്ടിലേക്ക്. വേറെന്താ പരിപാടി? എങ്കിൽ ഇന്ന് എൻ്റെ കൂടെ പോരെ. ഊണ് എൻ്റെ വീട്ടിലാവാം. ഇന്നെൻ്റെ മകളുടെ പിറന്നാളാ. മാത്രവുമല്ല, താൻ വീട്ടിൽ വന്നിട്ടുമില്ലല്ലോ. ആ ആ, വാ, ഇറങ്ങ്. വരൂ. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി, ഒരു കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി. പെരിയാറിൻ തീരത്ത് പേരാലിൻ തണലത്ത് മുരളിയുമോതി ചെന്നിരുന്നു കണ്ണൻ, മുരളിയുമോതി ചെന്നിരുന്നു. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി. ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി. ഇതാണ് എൻ്റെ മകള് ഗീത. മോളെ, ഇത് ജയദേവൻ, ഇന്നത്തെ അതിഥി. വരൂ, വരിക. ആ, ഇങ്ങോട്ടിരിക്കാം മോളെ. ഇയാള് ചില്ലറക്കാരനല്ല, കഥാകൃത്താ. ഇവള് കഥയൊന്നും വായിക്കത്തില്ല, കഥയില്ലാത്ത കുട്ടിയാ. ഭഗവാന്റെ കഥ വായിക്കും. ഇവൾക്ക് ഭക്തി ലേശം കൂടുതലാ. ഇവളുടെ അമ്മയും വലിയ ഭക്തയായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം. അതുകൊണ്ടെന്താ, അവളെ ഭഗവാൻ നേരത്തെ അങ്ങ് വിളിച്ചു. ഉറക്കത്തിലായിരുന്നു മരണം. ഒന്നും പറയാതെ, ഒന്നും അറിയാതെ അവളങ്ങ് പോയി. അന്നിവള് പൊടിക്കുട്ടിയാ. അച്ഛാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? സംഭാരമില്ലേ? ഓ, എന്തൊരു ചൂടാ. അവക്ക് വിഷമമായെന്ന് തോന്നുന്നു. അപ്പൂപ്പ. ആ, വാടോ, വാ. അടുത്ത വീട്ടിലെ കുട്ടിയാ, മിടുക്കനാ. ഇവനാ മോക്കെപ്പോഴും ഒരു കൂട്ട്. ഇവന്റെ അമ്മയും വന്നിട്ടുണ്ടാവും, പുറന്നാട് പ്രമാണിച്ച് അടുക്കളയെ സഹായിക്കാൻ. ഇല്ലയോടാ? ആരാ മോളെ? അച്ഛന്റെ ശിഷ്യനാവും, കഥാകൃത്താന്നാ പറഞ്ഞേ. മോനകത്തോട്ടിയല്ലേ. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കാലം.
അന്ന് ഗാന്ധിജി നിറഞ്ഞു നിൽക്കുകയല്ലയോ രാജ്യം മുഴുവൻ. അച്ഛാ ആ ആ. ആ കാലത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, ചരിത്രം ആ പഠിക്കുമ്പോൾ. അന്നത്തെ ഞങ്ങളുടെ ജീവിതമാ ഇന്നത്തെ നിങ്ങളുടെ ചരിത്രം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറഞ്ഞാ മനസ്സിലാകുമോ? അച്ഛന് നല്ലൊരു കേൾവിക്കാരനെ കിട്ടിയെന്ന് തോന്നുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് അനേകായിരം പേര് വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരിക്കാൻ നടക്കുന്ന കാലം. കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാ ഞാൻ ആദ്യമായിട്ട് നിന്റെ അച്ഛനെ കാണുന്നത്. അന്ന് അയാള് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാ. മീശ പോലും മുളച്ചിട്ടില്ല. വെളുത്ത് മെലിഞ്ഞ് നീണ്ട ഒരു ചെക്കനായിരുന്നു നിന്റെ അച്ഛൻ. എന്തായിരുന്നു ഒരാവേശം! ആ ആവേശം നിന്റെ അച്ഛനെ കൊണ്ട് എത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില. പിന്നെ അയാൾക്ക് ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു. ഒളിവിലും തെളിവിലും ജയിലിലും ഒക്കെയായി. രാഘവനെ പോലെ ആയിരുന്നില്ല ഞാൻ. ആവേശം എനിക്ക് അന്നും കുറവാ, ഇന്നും കുറവാ. പക്ഷേ ആലോചന അച്ഛന് ആവശ്യത്തിലും കൂടുതലാ. അതുകൊണ്ട് ഞാൻ ചെന്ന് പെട്ടത് സോഷ്യലിസ്റ്റ് പാർട്ടിയിലാ. ജയപ്രകാശ് നാരായണന്റെയും നരേന്ദ്രദേവിന്റെയും ലോഹിയയുടെയും ഒക്കെ ആരാധകനായി. പായസം എടുക്കട്ടെ? ആവാ. എന്താ? ആ അല്ല, ബാബു എന്തിയേ? അവൻ അപ്പുറത്തിരുന്ന് കളിക്കുക. എന്റെ കൂടെ ഉണ്ടുള്ളൂ. ആ ശരി. പായസം എങ്ങനെയുണ്ട്? ഇവളുടെ സ്പെഷ്യലാ. ജെടി ജെടി പനിക്കുന്നുണ്ടോ? വേർതിരിക്കുന്നു. യാത്ര ചെയ്തിട്ടാവും. യാത്രയോ? ആര്? എങ്ങോട്ട്? മനസ്സ് 10-20 വർഷം പുറകോട്ട് യാത്ര ചെയ്തില്ലേ? ഓ, അത് ശരി. ഞാൻ വിചാരിക്കുമായിരുന്നു, അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന പോലെ ആവശ്യമില്ലാത്ത ഓർമ്മകൾ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. കൊള്ളാം. എന്തൊക്കെയാ ജേഡി പറയുന്നേ? സത്യം, ഈ നിമിഷങ്ങളിൽ നിന്നെക്കുറിച്ച് ഓർക്കാനാ എനിക്കിഷ്ടം. നിന്നെക്കുറിച്ച് മാത്രം. മനസ്സിൽ നീ മാത്രമേ പാടുള്ളൂ. മറ്റൊരു രൂപം എനിക്ക് കാണണ്ട. സത്യം. അല്ല, വക്കീലിനോട് ഞാൻ എന്തു പറയണം? നിയമപരമായി നീങ്ങണമെങ്കിൽ ഉടനെ വേണമെന്ന് അയാൾ നിർബന്ധിക്കുക. ധൈര്യമായിട്ടൊരു തീരുമാനം എടുക്കണം. ഇത് എത്ര നാളായി ഇങ്ങനെ? എന്തായാലും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. അതും ഈ നാട്ടിൽ തന്നെ വേറെ പെണ്ണിനോടൊപ്പം. ഇങ്ങനൊരു അമ്മയും മോളും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആ മനുഷ്യനെ അറിയിക്കണ്ടേ? തീരുമാനം എടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് കമലമ്മേ. പക്ഷേ കഴിയണ്ടേ?
എന്ത് തീരുമാനം എടുക്കുമ്പോഴും എൻ്റെ മോളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കേണ്ടി വരും. അവസാനം ഇവൾക്ക് എന്തെങ്കിലും ദോഷം വന്നാലോ എന്നുള്ള പേടിയാ. അതുകൊണ്ടാ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുന്നേ. ദേവേട്ടൻ എന്റെ മോളോടും ശത്രുത കാണിച്ച ഞാൻ എന്ത് ചെയ്യും? ഈ പാവം കുട്ടി അതെങ്ങനെ സഹിക്കും? എന്തായാലും എന്റെ അച്ഛനല്ലേ. ഞാൻ അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യം വരുന്നത്? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. ഗീതയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പോയി ജയദേവനൊന്ന് കാണാം. കാര്യങ്ങൾ സംസാരിക്കാം. അയാളുടെ മനോഭാവം എന്താണെന്ന് അറിയാലോ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. എന്താ? അയ്യോ, അത് ഏറ്റവും നല്ല കാര്യം ഹമീദ് സാറേ. കെട്ടിയ കുറ്റിക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങാതെ കാര്യത്തിനൊരു നീക്കം ഉണ്ടാവുമല്ലോ. അയാളുടെ ഉള്ളിലിരിപ്പും അറിയാം. ഗീത എന്തു പറയുന്നു? ഞാൻ പോയി ജയദേവനെ കാണട്ടെ. എനിക്ക് പേടിയുണ്ട്. പേടിക്കണ്ട, ഞാനതൊക്കെ നയത്തി അവതരിപ്പിച്ചോളാം. വഴക്കോ വൈരാഗ്യമോ വരാതെ സൂക്ഷിക്കാം. എന്തായാലും അയാളുടെ ഭാഗമൊന്ന് കേൾക്കണമല്ലോ. എങ്കില് ഹമീദക്ക് ഒന്നുപോയി കാണൂ. സൂക്ഷിച്ച് സംസാരിക്കാവൂ. അങ്കിളെ, ഞാനും വരട്ടെ. എനിക്ക് അച്ഛനെ കാണാൻ ധൃതിയായി. ഇപ്പൊ വേണ്ട മോളെ. അങ്കിള് പറഞ്ഞില്ലേ ഒരു ദിവസം വരും, അന്ന് മോൾ അച്ഛനെ കാണും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹമീദ്ക്ക, എന്താ? അത് ഇങ്ങനൊരു മകളുള്ള കാര്യം ഇപ്പൊ അദ്ദേഹത്തോട് പറയരുത്. ശരി.